എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കള്ള് ചേർക്കാതെ എങ്ങനെ കള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 2 കപ്പ് പച്ചരി ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പശപ്പില്ലാത്ത പച്ചരി വേണം എടുക്കാനായിട്ട്. 3-4 വെള്ളം കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊരു 4 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. കുതിർന്ന് കഴിയുമ്പം അരി നല്ലതായിട്ട് കഴുകിയിട്ട് വെള്ളം വാലാനായിട്ട് മാറ്റി വെക്കുക. ഒരു മിക്സഡ് ജാറിലോട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 1/2 കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ 4 അല്ലി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. വലിയ കൊച്ചുള്ളിയാണ് 4 അല്ലി എടുക്കുക, ചെറുതാണ് 5 അല്ലി കൊച്ചുള്ളി എടുക്കുക. എന്നിട്ട് ഒരു 3 ഏലക്ക ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് കുരുവാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കുതിരാൻ വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ തേങ്ങാ വെള്ളത്തിലാണ് ഈ അരി അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ തേങ്ങാ വെള്ളം നേരത്തെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് 2 ദിവസം മുമ്പേ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ തേങ്ങാ വെള്ളം ഒരു കള്ളിൻ്റെയൊക്കെ ആ ടേസ്റ്റ് നല്ല മണവും വരും. അങ്ങനെ വേണം നിങ്ങൾക്ക് തേങ്ങ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ തേങ്ങ വെള്ളം ഡയറക്റ്റാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് അരച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടത്തില്ല, ചെറിയൊരു തരിതരിപ്പ് കാണും. ഇത് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള പച്ചരി ഉണ്ടല്ലോ, അത് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള തേങ്ങാവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇത് അരച്ചെടുത്തോണ്ട് വരാം. തേങ്ങാവെള്ളം ഇല്ലെങ്കിൽ നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അരച്ചെടുത്ത മാവിലോട്ട് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഇതിനൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. ഇപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, തേങ്ങാ വെള്ളം പഞ്ചസാര ഇട്ട് 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ തേങ്ങ വെള്ളം ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഈസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പം നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്യാം. മാവ് ഒത്തിരി കട്ടിയായിരിക്കരുത്. അപ്പത്തിൻ്റെ മാവിൻ്റെ ലൂസ് നമുക്കറിയാമല്ലോ. നല്ലതായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 8 മണിക്കൂർ എന്തെങ്കിലും ഇത് പൊങ്ങി വരാനായിട്ട് വെക്കുക കേട്ടോ. ഇപ്പം രാത്രി വെക്കുകയാണെങ്കിൽ ഓവർനൈറ്റായിട്ട് നിങ്ങൾക്കിത് വെക്കാവുന്നതാണ്. 6 തൊട്ട് 8 മണിക്കൂറാകുമ്പോഴത്തേക്കും മാവ് നല്ല രീതിയിൽ പൊങ്ങി വരും. ഞങ്ങൾക്ക് ഇവിടെ നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാണ് മാവ് ഇത്ര സമയം എടുത്തത്. ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 3-4 മണിക്കൂറാകുമ്പോൾ തന്നെ മാവ് നല്ലതായിട്ട് പൊങ്ങി വരും കേട്ടോ. മാവ് നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ അധികം ഇളക്കിൻ്റെ ബബിൾസ് ഒന്നും ഉടച്ച് കളയേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തേങ്ങാവെള്ളത്തിനകത്ത് പഞ്ചസാര ഇട്ട് നിങ്ങൾ 2 ദിവസം വെച്ചിട്ടാണ് ഇതിലൊഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കില്ല കേട്ടോ, മധുരം കൂടി പോകുമേ. അപ്പം ചുട്ടെടുക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തീ മീഡിയത്തിലിട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിലത്തെ ബബിൾസൊക്കെ പൊട്ടി ഇങ്ങനെ കുമിളുകളൊക്കെ പൊട്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കത്തില്ല കേട്ടോ. കള്ളപ്പം എന്ന് പറയുമ്പം അടച്ച് വെച്ച് വേവിക്കാതെ നമ്മൾ തിരിച്ചിട്ട് അങ്ങനെയാണ് അപ്പം എടുക്കുന്നത്, ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ. അപ്പോൾ ബബിൾസ് എല്ലാം പൊട്ടി മാവ് മുകളിലത്തെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുക്കാം. മാവ് തിരിച്ചിട്ട് കൊടുത്ത് 1 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല കിഴുത്തകളൊക്കെ വന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചിക്കൻ സ്റ്റൂ, ചിക്കൻ കറി ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ അപ്പം ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ അപ്പം ഉണ്ടാക്കി നോക്കുക. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഈസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈസ്റ്റ് താല്പര്യമില്ലാത്തവർ തേങ്ങാ വെള്ളത്തിനകത്ത് പഞ്ചസാര ഇട്ട് 2 ദിവസം വെച്ചിട്ട് ആ തേങ്ങ വെള്ളം വെച്ച് നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.